ഒരിക്കലെങ്കിലും ഒരു ബാക്ക് പെയിൻ വന്ന് കിടപ്പാവാത്ത ആൾക്കാർ കുറവായിരിക്കും. ബാക്ക് പെയിൻ വന്നാൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, കൃത്യമായിട്ട് ഉറങ്ങാൻ പറ്റില്ല, അനങ്ങാൻ പറ്റില്ല, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പെയിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഗുണത്തിന് പകരം ദോഷമാണ് ഉണ്ടാക്കാറ്. ഞാൻ ഡോക്ടർ ജിഷാവി, വൈറ്റാലിസ് ഹെൽത്ത് കലൂരിലെ ഫാമിലി ഡോക്ടറാണ്. ബാക്ക് പെയിൻ വന്നാൽ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളും ബാക്ക് പെയിൻ വരാതിരിക്കാൻ എന്ത് ചെയ്യാമെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കൂടെ നോക്കാം. ബാക്ക് പെയിൻ വന്നാൽ പലപ്പോഴും ആദ്യം പോയി ചെയ്യുന്നൊരു ടെസ്റ്റാണ് MRI. പക്ഷേ MRIയിൽ ഉണ്ടാകുന്ന എല്ലാ ചേഞ്ചസും ശരിക്കും പ്രോബ്ലമുള്ള ചേഞ്ചസ് ആവണമെന്നില്ല. 100 പേർക്ക് MRI ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 50 പേർക്ക് എന്തെങ്കിലുമൊക്കെ ഡിജനറേഷനോ തേയ്മാനമോ ഒക്കെ ഉണ്ടാവും എന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു MRI എടുത്ത് അതിൽ ഡിസ്ക് ബൾജ് ഉണ്ടെന്ന് കണ്ട് പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. മിക്ക ആൾക്കാരിലും ഉണ്ടാകുന്ന ബാക്ക് പെയിൻ മസ്കുലോസ്കെലറ്റലാണ്, അതായത് മസിൽ പിടിക്കുന്നത് കൊണ്ട് മസിൽ ടൈറ്റ് ആവുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ബാക്ക് പെയിൻ ആണ്. ഇതിന് ഡിസ്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനത്തെ ബാക്ക് പെയിൻ നമ്മൾ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുന്നതിൽ കൂടെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അതുകൊണ്ട് ഓർക്കുക, MRI എപ്പോഴും നിങ്ങളുടെ ബാക്ക് പെയിൻ്റെ റീസൺ കാണിക്കണം നിർബന്ധമൊന്നുമില്ല. അടിക്കടി ഉണ്ടാകുന്ന ബാക്ക് പെയിൻ പ്രിവെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നും കൂടി നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളുടെ ബാക്കിൻ്റെ മസിലുകൾ സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളതാണ്. ബാക്ക് മസിൽ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നട്ടലിലേക്കുള്ള സ്ട്രെയിൻ കുറയും, ഇടയ്ക്കിടയ്ക്ക് നടുവേദന വരില്ല. രണ്ടാമത്തെ കാര്യം പോസ്ചറാണ്. നിങ്ങൾ തുടർച്ചയായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ഉറപ്പാക്കുക. എല്ലാ 1 മണിക്കൂറിലും ഒരു 2 മിനിറ്റെങ്കിലും എണീറ്റ് നിന്നൊന്ന് ബോഡി സ്ട്രെച്ച് ആക്കാൻ ശ്രമിക്കുക. ഇതുകൂടാതെ റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ, വാക്കിങ്ങോ സ്വിമ്മിങ്ങോ അതുപോലെയുള്ള ലൈറ്റ് കാർഡിയോ എക്സസൈസുകളും കൂടാതെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകളും റെഗുലറായിട്ട് ചെയ്യുക. അമിതവണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കുന്നതും ബാക്ക് പെയിൻ വരുന്നത് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ക് പെയിൻ വന്നാൽ ഉടനെ ഓടിപ്പോയി MRI എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എല്ലാ ബാക്ക് പെയിനും ബെഡ് റെസ്റ്റ് കൊണ്ടല്ല മാറുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.